ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു മീൻകറി വീഡിയോ ആണ്. അമ്മ ഒരു 5 കിലോ ഉള്ള ചൂരയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, വടക്കംപുളിയാണിത്, വലിയ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ കൊച്ചുള്ളി അരിഞ്ഞത്, സവാള അരിഞ്ഞത്, പച്ചമുളക്. ഇത് ഇത്രയാണ് മെയിനായിട്ടും നമ്മൾ മീൻ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മീൻകറി വെച്ചാലോ? അപ്പോൾ അടുപ്പിലാണ് നമ്മൾ മീൻകറി വെക്കുന്നത്. നല്ലൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ വലിയ വലിയ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യമേ വെളിച്ചെണ്ണ ഒഴിച്ച് തുടങ്ങുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. എപ്പോഴും പറയുന്ന പോലെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കടുക് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ചേർക്കുവാണേ. കൊച്ചുള്ളിയും ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കൊച്ചുള്ളി കൂടുതൽ മീൻകറിക്ക് ചേർക്കുവാണെങ്കിൽ. എന്ന് വെച്ചാൽ ഉള്ളിക്കറി പോലെ ആവുകയും ചെയ്യരുത്. പിന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ മറന്നുവാണ് കേട്ടോ. വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വറ്റൽമുളകിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ. ഈ കറിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് തീ ഒട്ടും കുറയാൻ പാടില്ല കേട്ടോ. നല്ല തീ വേണം, എങ്കിലേ പെട്ടെന്ന് ഇത് വഴഞ്ഞു വരത്തുള്ളൂ. ഓക്കെ, നമ്മളിത് കഴുകി വൃത്തിയാക്കി മീൻ ഒന്നും കൂടി നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫിഷ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിൽ പൊടി ആഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നമ്മൾ പൊടി ആദ്യമായിട്ടിടുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഒരു 5 കിലോ ചൂരയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കണക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. പൊടി നമ്മുടെ ഒരു കൈക്കണക്ക് അനുസരിച്ചാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 3 സ്പൂൺ കുരുമുളക് പൊടിയും 1.5 സ്പൂൺ ഉലുവാപ്പൊടിയും ഞങ്ങളിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 10 സ്പൂൺ, ഈ ഒരു സ്പൂൺ അളവിന് 10 സ്പൂൺ മല്ലിപ്പൊടിയും 12 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരളവ് ഞാൻ എന്തായാലും ഒരളവ് ഞാൻ പറയുവാണ് കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, എങ്കിലേ പെട്ടെന്ന് ഇത് വഴഞ്ഞ് വന്നിട്ട് മൂക്കത്തുള്ളൂ. അപ്പോൾ നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻ്റെ അമ്മയും ചേട്ടത്തിയും കൂടിയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുകയും പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അടിപൊളി ചൂരക്കറിയാണ്. എന്നിട്ട് നന്നായിട്ട് തീ കൂട്ടിയിട്ടിട്ട് ഉരുളി നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം നല്ല തിള വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സ്ഥിരമായി വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ചൂരക്കറിയാണ് കേട്ടോ. മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെ സിമ്പിൾ